കൊച്ചി മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ പരിശോധന നടത്തുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പരിശോധന. അമിക്കസ് ക്യൂറി സ്ഥലത്തെ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. വിവരങ്ങൾ എസ് ശരൺ നൽകും. കൊച്ചിയിൽ നിന്ന് ശരൺ, എന്തിനാണ് ഈ പരിശോധന? നേരത്തെ CRZ നിയമലംഘനം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി മരടിലെ 4 ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ 2020 ജനുവരിയിലാണ് ഹോളി ഫെയ്ത്ത് H2O ഫ്ളാറ്റ്, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൽ എന്നീ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയിരുന്നത്. നിലവിൽ ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതി അമിക്കസ് ക്യൂറിയെ ചുമതലപ്പെടുത്തിയിരുന്നതാണ്. അതായത് അമിക്കസ് ക്യൂറിയായ ഗൗരവ് അഗർവാളിനോട് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് രാവിലെ മരടിലെത്തിയത്. നിലവിൽ മരട് നഗരസഭാ അധികൃതരുമായി കൂടിക്കാഴ്ചകൾ നടത്തുകയാണ്. അതിനുശേഷം ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കിയ സ്ഥലത്തേക്ക് എത്തി പരിശോധനകൾ നടത്തും. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് 2019 തീരദേശ പരിപാലന പ്ലാൻ പ്രകാരം മരട് മുനിസിപ്പാലിറ്റി കാറ്റഗറി 2 പെടുന്ന മേഖലയാണ് ഈ ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ സ്ഥലം. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാം എന്നുള്ളതാണ്. ഏതായാലും അമിക്കസ് ക്യൂറി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഈ പ്രദേശത്ത് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമാണോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതി തീരുമാനിക്കുക. ശരി ശരൺ.